ഹലോ മക്കളെ, നമ്മൾ ഇന്ന് മലയാളം ക്ലാസ് ആണ് എടുക്കുന്നത്. നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് കോഡ് വെച്ചാണ് പറഞ്ഞു തരുന്നത്. പര്യായമാണെങ്കിലും അർത്ഥമാണെങ്കിലും അതേപോലെ തന്നെ കഥാകാരന്മാരും കൃതികളാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ കോഡ് വെച്ചേ പറഞ്ഞു തരുള്ളൂ. ഈ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ തന്നെ ഞാൻ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. കമൻറ്റ് തീർച്ചയായിട്ടും ഇടണം, എങ്കിൽ മാത്രമേ തുടർന്ന് ക്ലാസ് ചെയ്യുള്ളൂ. എത്ര വ്യൂസ് കിട്ടി എന്നുള്ളതല്ല, നിങ്ങൾ എന്ത് കമൻറ്റ് നൽകുന്നു എന്നുള്ളതാണ് അടുത്ത ക്ലാസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കട്ടിലിൻ്റെ പര്യായങ്ങളാണ് പറയുന്നത്. കട്ടില് മഞ്ചം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. സപ്രമഞ്ചം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മഞ്ചം കട്ടിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. മറ്റ് കട്ടിലിൻ്റെ പര്യായങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ചെറിയ കാലത്തൊക്കെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ സിസ്റ്ററിൻ്റെ കൂടെയോ ബ്രദറിൻ്റെ കൂടെയൊക്കെ ആയിരിക്കും നമുക്ക് എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് എടുക്കാൻ ചെല്ലുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? നമുക്ക് സ്ഥലം ഉണ്ടാവില്ല കിടക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് പറയും? അല്പം നീങ്ങി കിടക്കാൻ പറയും. ഇല്ലേ, നിങ്ങൾ പറഞ്ഞിട്ടില്ല അല്പം നീങ്ങി കിടക്കാൻ പറയും. പക്ഷേ നീങ്ങി കിടക്കോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളൊന്ന് അങ്ങോട്ട് പിടിച്ച് തള്ളും. നമുക്ക് എടുന്നിട്ട് എന്ത് ചെയ്യും? നമ്മളുടെ ശരീരം കൊണ്ട് ഒന്ന് പിടിച്ച് തള്ളും അങ്ങോട്ട്, അല്ലേ. തള്ളി അവസാനം അങ്ങോട്ട് തള്ളലാവും, ഇങ്ങോട്ട് തള്ളലാവും, അവസാനം നല്ലൊരു അംഗാവും, അല്ലേ. രണ്ടുപേരും തമ്മിൽ നല്ല അംഗാവും, അവസാനം അച്ഛനോ അമ്മയോ വന്ന് ഇടപെടും, അല്ലേ. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കട്ടിലിൻ്റെ പര്യായങ്ങൾ. അപ്പം മഞ്ചം എന്ന് പറഞ്ഞ കട്ടിലാണെന്നറിയാലോ. അടുത്തത് നമ്മൾ കിടക്കാൻ വരുന്ന സമയത്ത് കട്ടിൽ നമ്മുടെ കിടക്കാൻ വരുമ്പോൾ നമ്മളുടെ ബ്രദറിനോടോ സിസ്റ്ററിനോടോ പറയും അല്പം നീങ്ങി കിടക്കാൻ, അല്ലേ. അപ്പം തൽപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിലാണ്. തൽപ്പം എന്താണ്? കട്ടിലാണ്. തൽപ്പം കട്ടിലാണ്. പക്ഷെ അവ നീങ്ങി കിടക്കില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് പിടിച്ച് തള്ളും, അല്ലേ. തളിമം കട്ടിലാണ്. അപ്പം തൽപ്പം തളിമം രണ്ടും കട്ടിലാണ്. അവസാനം എന്താവും? അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളലും പിടിയായിട്ട് അംഗത്തിലെത്തും, അല്ലേ. പര്യങ്കം കട്ടിലാണ്. അപ്പം 4 പര്യായങ്ങളും പഠിച്ചോ? ഒന്നാമത്തത് മഞ്ചം, രണ്ടാമത്തത് തൽപ്പം, മൂന്നാമത്തത് തളിമം, അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളലാവില്ലേ, തളിമം, നാലാമത്തത് പര്യങ്കം. ഇത് 4ഉം കട്ടിൻ്റെ പര്യായങ്ങളാണ്. പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്, നിർബന്ധമായിട്ടും പഠിക്കണം. അടുത്തത് ആനയുടെ പര്യായങ്ങൾ പറയാം. അപ്പോൾ ആനയുടെ പര്യായങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആനയുടെ ഒരറ്റത്തും നമ്മളിങ്ങോട്ട് ചിന്തിച്ച് തുടങ്ങാം. ആനയുടെ തുമ്പിക്കൈ, അല്ലേ. തുമ്പിക്കൈ കൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആന ഓരോരോ സാധനങ്ങളൊക്കെ വാരിയെടുക്കുന്നത്, ഇല്ലേ. ഓലപ്പട്ടയ്ക്ക് ഇങ്ങനെ വാരിയെടുക്കുന്നത് കണ്ടിട്ടില്ലേ. അതുകൊണ്ട് തന്നെ വാരണം എന്താണ്? ആനയാണ്. ആനയാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഇങ്ങോട്ട് വരുമ്പോൾ 2 വലിയ കൊമ്പുകളുണ്ട്, അല്ലേ. ആ കൊമ്പ് എന്താണ്? നമുക്കറിയാലോ, പല്ല് തന്നെയാണ്, അല്ലേ. ആനയുടെ പല്ലാണ് കൊമ്പായിട്ട് മാറിയിട്ടുള്ളത് നമുക്കറിയാം. അപ്പം ദന്തം പല്ലാണെന്ന് അറിയാലോ. ദന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയാണ്. അപ്പോൾ വാരണം ആനയാണ്, ദന്തി ആനയാണ്. അതേപോലെ തന്നെ എത്ര കൊമ്പുണ്ട്? 2 കൊമ്പാണ്, അല്ലേ ഉള്ളത്. 2 കൊമ്പാണ്. ദ്വിപം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആനയാണ്. ദ്വിപം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആനയാണ്. ഇനി നമുക്ക് നേരെ ആനയുടെ മസ്തകം നോക്കാം. മസ്തകം, അല്ലെ. ആനയ്ക്കാണ് നമ്മൾ മസ്തകം എന്ന് പറയാം. വേറെ വല്ല ജീവികളുടെ മസ്തകം നമ്മ അങ്ങനെ പറയാറില്ല, അല്ലെ. അപ്പൊ മസ്തകം എന്നതിൽ നിന്നും മസ്തകമല്ല മത്തബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആനയാണ്. മത്തബം ആനയാണ്. മത്തബം ഇബം രണ്ടും ഒരുമിച്ച് പഠിക്കുക. മത്തബവും ഇബവും ആനയാണ്. മത്തബം ഇബം ആനയാണ്. പിന്നെ നിങ്ങൾ ആനയെ കാണുമ്പോൾ എപ്പോഴും കണ്ടിട്ടുണ്ടാവും, ആനയ്ക്ക് ഒരു ഗോപിക്കുറി തൊട്ട് കൊടുത്തിട്ടുണ്ടാവും, അല്ലെ. ചന്ദനം കൊണ്ട് കണ്ടിട്ടില്ലേ? ചന്ദനം കൊണ്ട് നല്ല ഭംഗിക്ക് കുറിയൊക്കെ തൊടിച്ചിട്ടാണ് സാധാരണ ഉത്സവത്തിനൊക്കെ കൊണ്ടുവരാറ്. അപ്പൊ തലയിൽ എപ്പോഴും ഒരു ഗോപിക്കുറി എന്തുകൊണ്ടുള്ളതാണ്? ചന്ദനം കൊണ്ട്. അപ്പൊ കളഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആനയാണ്. എന്താണ്? കളഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആനയാണ്. ഇനി ആനനെ കുറച്ചും കൂടി നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ വലിയൊരു കുംഭ വയറുണ്ട്, അല്ലേ. നമ്മൾ ആന പറയാല്ലേ, വലിയ കുംഭ എന്ന് പറയാറുണ്ടല്ലേ, വലിയ വയറിന്. അപ്പൊ കുംഭി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആനയാണ്. കുംഭി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആനയാണ്. അപ്പൊ നിങ്ങൾ അയറ്റം തൊട്ടും കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കിയ ഏറ്റവും ഫ്രണ്ടിൽ തുമ്പിക്കൈ, അല്ലേ. അതുകൊണ്ടാണ് വാരിയെടുക്കുക. അപ്പൊ വാരണം ആനയാണ്. 2 കൊമ്പുകളുണ്ട്, പല്ലാണ്, അല്ലെ, കൊമ്പായി മാറിയത്. അപ്പൊ ദന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയാണ്. 2 കൊമ്പുകളാണുള്ളത്, അതുകൊണ്ട് ദ്വിപം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആനയാണ്. ഇനി മസ്തകത്തിന് പകരം മത്തബം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആനയാണ്. മത്തബം എന്ന് പറഞ്ഞാലും ആനയാണ്. ഇബം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആനയാണ്. മത്തബം ഇബം രണ്ടും ആനയുടെ പര്യായങ്ങൾ തന്നെയാണ്. ഇനി നമ്മുടെ നെറ്റിയിൽ കളഭം കൊണ്ടൊരു കുറി ഉണ്ടായിരിക്കും, അതുകൊണ്ട് കളഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആനയാണ്. കളഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആനയാണ്. കുംഭി വലിയൊരു കുംഭവയറുണ്ട്, അതുകൊണ്ട് കുംഭി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആനയാണ്. കുംഭി എന്താണ്? ആനയാണ്. ഇനി നമുക്ക് അറിയുന്ന പര്യായങ്ങളാണ്. കരി നമുക്കറിയാലോ, ആനയാണ്. നല്ല കറുത്ത കളറാണ്, അല്ലെ. കരിയുടെ കളറാണ്. അപ്പൊ കരി എന്ന് പറഞ്ഞാൽ ആനയാണ്. ഗജം, അല്ലെ. ഗജം നമുക്കറിയാം. അജഗജാന്തരം എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്, അല്ലെ. ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമാണ് അജഗജാന്തരം എന്ന് പറയാം. അപ്പൊ ഗജം
ആനയാണ്. അജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആടും, ഗജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനയുമാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. കരി ആനയാണ്, ഗജം ആനയാണ്. പിന്നെ അതേപോലെ തന്നെ മാതംഗം, മാതംഗലീല ഇല്ലേ, കേട്ടിട്ടുണ്ടാവുമല്ലോ. മാതംഗലീല എന്ന് പറഞ്ഞാൽ എന്താണ്? ആനയുടെ ശാസ്ത്രമാണല്ലേ, ലക്ഷണ ശാസ്ത്രങ്ങൾ, ആനയുടെ എങ്ങനെ, ആനയ്ക്ക് എന്തൊക്കെ ചികിത്സ നൽകണം, ആനയുടെ ലക്ഷണങ്ങൾ, ഇതൊക്കെ പറയുന്നതാണ് മാതംഗലീല എന്ന് പറയുന്നത്. അപ്പൊ മാതംഗം എന്താണ്? ആനയാണ്. മാതംഗം ആനയാണ്. അതേപോലെ തന്നെ സാമജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനയാണ്. സാമജം, നിങ്ങളൊരു പാട്ട് കേട്ടിട്ടുണ്ടാവും, സാമജ വരഗമന അല്ലേ, സാമജ വരഗമന കേട്ടിട്ടില്ലേ? എനിക്ക് പാടാൻ അറിയില്ല, പക്ഷെ കേട്ടിട്ടുണ്ടാവണം. അപ്പൊ സാമജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആനയാണ്. സാമജം ആനയാണ്. പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഈ ആനയ്ക്ക് സ്വതവേ ശത്രുത കൂടുതലാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ പാപ്പാമാരൊക്കെ കുത്തിക്കൊല്ലു കണ്ടിട്ടില്ലേ, അവരെപ്പോഴെങ്കിലും ഈ ആനനെ ഉപദ്രവിച്ചിട്ടുണ്ടാവും. അത് മനസ്സിൽ വെച്ചിട്ടാണ് ഇവർ പിന്നെ തിരിച്ച് കുത്താല്ലേ. അപ്പൊ ശത്രുത കൂടുതലായിരിക്കും എന്നതിലും ശത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനയാണ്. ശത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആനയാണ്. അപ്പൊ ആനയുടെ ഇത്രയും പര്യായങ്ങൾ പഠിച്ചു. എന്തൊക്കെയാണ് പറഞ്ഞത്? വാരണം, തുമ്പിക്കൈ കൊണ്ട് വാരിയെടുക്കും, അപ്പൊ വാരണം ആനയാണ്. ദന്തി ആനയാണ്. ദ്വിപം ആനയാണ്. മത്തബം ഇബം രണ്ടും ആനയുടെ പര്യായാണ്. കളഭം ആനയാണ്. കുമ്പി ആനയാണ്. പിന്നെ കരി എന്ന് പറഞ്ഞാൽ ആനയുടെ പര്യായാണ്. ഗജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനയുടെ പര്യായാണ്. അതുപോലെ മാതംഗലീല ഓർത്താൽ മതി. മാതംഗം ആനയാണ്. സാമജം എന്ന് പറയുമ്പോൾ ആ പാട്ട് ഓർത്താൽ മതി, സാമജ വരഗമന അല്ലെ. അപ്പൊ സാമജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആനയാണ്. ശത്രി ആനയാണ്. പിന്നെ ഹസ്തി ഉണ്ട്. ഹസ്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹസ്തം എന്ന് പറയുന്നത് കൈനല്ലേ പറയാം. അപ്പൊ കൈ പോലെയല്ലേ തുമ്പിക്കൈ, ശരിക്കും ഇങ്ങനെ വാരി എടുക്കാനൊക്കെ. ഈ ഹസ്തിനപുരം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ഹസ്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന തന്നെയാണ്. ഹസ്തി എന്താണ്? ആന തന്നെയാണ്. ഹസ്തി ആന തന്നെയാണ്. ഇനി നമ്മുടെ നദിയുടെ പര്യായം പറയാണ്. അപ്പൊ നിങ്ങൾ ആനയുടെ പര്യായം പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി എഴുതി വെച്ചിട്ട് വായിച്ചു നോക്കാം. നദിയുടെ പര്യായം പറയുമ്പോഴും നമ്മൾ ഈ നരൻ സിനിമ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഈ നരൻ സിനിമയിൽ ഇങ്ങനെ തടികൾ ഇങ്ങനെ ഒഴുകി വരും നദിയിൽ കൂടെ, കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് നദി ഒഴുകി വരാൻ? നല്ല സ്പീഡിൽ കുത്തി ഒലിച്ചിട്ട് ഇങ്ങനെ ഒരു തരംഗം പോലെ അല്ലെ, ഇങ്ങനെ ഓളത്തോടു കൂടി തരംഗം പോലെയാണ് ഈ നദികൾ വരാം. തടിയും വഹിച്ചുകൊണ്ട് ഒരു തരംഗം പോലെയാണ് നദികൾ വരാം. അപ്പോൾ നമ്മുടെ നദിയുടെ പര്യായം എന്ന് പറയുന്നത് തടിത്ത്, തടി കൊണ്ടല്ലേ വരുന്നത്, തടിത്ത്. പിന്നെ വഹിച്ചുകൊണ്ട് വരുന്നു അല്ലെ. അപ്പൊ വാഹിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നദി തന്നെയാണ്. വാഹിനി എന്ന് പറഞ്ഞാലും നദി തന്നെയാണ്. പിന്നെ ഒരു തരംഗം പോലെയല്ലേ വരുന്നത്, അപ്പൊ തരംഗിണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നദി തന്നെയാണ്. പിന്നെ ഇതിന്റെ അടുത്ത് പോയി നിൽക്കുന്നത് ആപത്താണ് അല്ലെ. ഇത്രയും നല്ല സ്പീഡിൽ കുത്തിയൊലിച്ച് വരുന്ന നദിയുടെ അടുത്ത് പോയി നിൽക്കുന്നത് ആപത്താണ്. അപ്പൊ നിൽക്കുന്നത് ആപത്താണ് എന്നതിൽ നിന്നും നിമ്നക ആപക ഇത് രണ്ടും നദിയുടെ പര്യായം തന്നെയാണ്. നിങ്ങൾ ഓർത്ത് നോക്കിയേ, നദി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ നരൻ സിനിമയിൽ ആ തടി ഇങ്ങനെ ഒഴുകിക്കൊണ്ട് വരുന്ന വഹിച്ചുകൊണ്ട് വരുന്ന ആ നദിയാണല്ലേ നമ്മുടെ മനസ്സിലേക്ക് വരാം. അപ്പൊ നദി എന്ന് പറയുമ്പോൾ തടിനി തടിത്ത് വഹിച്ചുകൊണ്ടുവരാണ്, തടി വഹിച്ചുകൊണ്ടുവരാണ്. അപ്പൊ വാഹിനി എന്ന് പറഞ്ഞാലും നദിയാണ്. വാഹിനി നദിയാണ്. ഒരു തരംഗം പോലെയാണ് വരുന്നത്. അപ്പൊ തരംഗിണി നദിയാണ്. ഇനി അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് ആപത്താണ്. നിമ്നക ആപക രണ്ടും തടിയുടെ പര്യായം തന്നെയാണ്. അതേപോലെ തന്നെ സരിത്ത് ഉണ്ട്. നമ്മ തടിത്ത് എന്ന് പറഞ്ഞില്ലേ, അതേ പ്രാസത്തിൽ തന്നെയല്ലേ സരിത്ത്. അപ്പൊ സരിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നദി തന്നെയാണ്. നമുക്കൊന്നും കൂടി ഓർത്ത് നോക്കാം. ആദ്യം നമ്മൾ കട്ടിലിന്റെ പര്യായം പറഞ്ഞു, മഞ്ചം അല്ലെ. മഞ്ചം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിലാണ്. അത് കഴിഞ്ഞ് പിന്നെ തൽപ്പം, തളിമം, പര്യങ്കം, അല്പം നീങ്ങിക്കെടുക്കാൻ പറഞ്ഞു അല്ലെ. അപ്പൊ തൽപ്പം, പിന്നെ തള്ളലായി തളിമം, പിന്നെ അംഗമായി പര്യങ്കം. ഇതൊക്കെ കട്ടിന്റെ പര്യായമാണ്. ആനയുടെ പര്യായം എന്തൊക്കെയാണ് പറഞ്ഞത്? വാരണം, ദന്തി, ദീപം, മത്തപം, ഇബം, കളഭം, കുമ്പി. പിന്നെ കരി, ഗജം, മാതംഗം, സാമജം, പിന്നെ ശത്രി, ഹസ്തി. ഇതൊക്കെ എന്താണ്? ആനയുടെ പര്യായങ്ങളാണ്. നദിയുടെ പര്യായം നമ്മൾ അവസാനം പറഞ്ഞത് തടി വഹിച്ചുകൊണ്ട് വരുന്നതാണ് അല്ലെ നദി. അപ്പൊ തടിത്ത് വഹിച്ചുകൊണ്ട് വരുന്നു വാഹിനി. പിന്നെ നിമ്നക ആപക, പിന്നെ സരിത്തും കൂടി പറഞ്ഞു. പിന്നെ പയസ്വിനി എന്നുള്ളതും നദിയുടെ പര്യായമാണ്.
നമ്മൾ സാധാരണ GK ചോദിക്കാറുണ്ട് പയസ്വിനി പുഴ എന്നറിയപ്പെടുന്നത് ഏത് പുഴയാണെന്ന്. ചന്ദ്രഗിരി പുഴയാണ് പയസ്വിനി പുഴ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ പയസ്വിനി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? നദിയുടെ പര്യായം തന്നെയാണ്. തടി വഹിച്ചു കൊണ്ടുവരുന്നു, അപ്പൊ തടിനി തടിത്ത്, വഹിച്ചു കൊണ്ടുവരുന്നു വാഹിനി, തരംഗ രൂപത്തിലാണ് വരുന്നത് തരംഗിണി. അതിന്റെ അടുത്ത് പോയി നിൽക്കുന്നത് ആപത്താണ് നിമ്നക ആപക. പിന്നെ സരിത്തും പയസ്വിനിയും കൂടി അവിടെ ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമ്മൾ കാക്കയുടെ പര്യായമാണ് പറയുന്നത്. കാക്കയുടെ പര്യായം കാരവം. കാരവം എന്ന് പറയുമ്പോൾ തന്നെ അറിയാല, രവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? രവം എന്ന് പറഞ്ഞാൽ ശബ്ദം എന്നാണ് അർത്ഥം. ശബ്ദം എന്നാണ് രവത്തിന്റെ അർത്ഥം. നീരവം എന്ന് പറഞ്ഞാൽ ശബ്ദമില്ലാത്ത അവസ്ഥയുമാണ്. രവം എന്ന് പറഞ്ഞാൽ ശബ്ദമാണ്, നീരവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശബ്ദമില്ലാത്ത അവസ്ഥയാണ്. അപ്പൊ കാരവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാക്കാന്ന് രവമുണ്ടാക്കുന്നത് അല്ലെ, കാക്കാന്ന് രവമുണ്ടാക്കുന്നത് എന്താണ്? കാക്കയാണ് അല്ലെ. അതുപോലെ തന്നെ കേരവമുണ്ട്. കേ എന്ന് ഒച്ചുണ്ടാക്കുന്നതാണോ എന്ന് അറിയില്ല. കേരവം അരയന്നമാണ്. കേരവം അരയന്നവും. കാരവം കാക്കയാണ്. കാക്കാന്ന് രവമുണ്ടാക്കുന്നത് കാരവം എന്താണ്? കാക്കയാണ്. കാരവം കാക്കയുടെ പര്യായമാണ്. കരടം, സാധാരണ കാക്കയ്ക്ക് ഇങ്ങനെ കരടൊക്കെ കൊത്തി അല്ലെ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കുന്നതാണ് കരടൊക്കെ കൊത്തി. പിന്നെ ഈ കരടൊക്കെ അല്ലേ കൊത്തിക്കൊണ്ടുപോയിട്ട് അവ സാധാരണ കൂടൊക്കെ ഉണ്ടാക്കുക. അപ്പൊ അങ്ങനെ ഓർക്കാലോ, കരടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാക്കയാണ്. പിന്നെ വായസം എന്ന് പറയുമ്പോൾ ഓർത്താൽ മതി, പായസം ഭയങ്കര ഇഷ്ടമാണ് കാക്കയ്ക്ക് അല്ലെ. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സദ്യ ഉണ്ടെങ്കിൽ അവിടെ കുറേ കാക്കകൾ ഉണ്ടാവും. കല്യാണത്തിനൊക്കെ കണ്ടിട്ടുണ്ടാവും നിറയെ കാക്കകളൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെ. അപ്പൊ പായസം ഭയങ്കര ഇഷ്ടമാണ് കാക്കയ്ക്ക് എന്ന് ഓർക്കുക. അപ്പൊ വായസവും കാക്കയാണ്. പിന്നെ അരിഷ്ടം, അരി ഇഷ്ടമുള്ളത് അരിഷ്ടം. അങ്ങനെ എല്ലാട്ടോ ശരിക്കും അതിന്റെ അർത്ഥം നമ്മൾ ഓർക്കാൻ വേണ്ടി പറയുന്നതാണ്. അരിഷ്ടം എന്ന് പറയുമ്പോൾ അരിഷ്ടമുള്ളത് ഓർത്താൽ മതി. അരിഷ്ടമുള്ളത് കാക്കയ്ക്കാണ്. അപ്പൊ അരിഷ്ടം കാക്കയാണ്. പിന്നെ ബലി ബുക്ക് അറിയാലോ, നമ്മളൊക്കെ ബലി ഇടുമ്പോഴും വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ട് ബലി ഇടുമ്പോൾ അപ്പൊ കാക്കനെയാണ് അല്ലെ കൈകുട്ടി വിളിക്കുക. അപ്പൊ ബലി ബുക്ക് കാക്കയാണ്. പരഭൃതവുമുണ്ട് പരഭൃത്തുമുണ്ട്. പരഭൃത്ത് എന്ന് പറയുമ്പോൾ പരന്റെ ഭൃത്തായത് അല്ലെ, പരന്റെ ഭൃത്തായത് പരന്റെ പിതാവായത്. പിതാവ് അല്ലേ വരുന്നത്. അപ്പൊ പരഭൃത്ത് വരുമ്പോൾ അത് കാക്കയാണ്. എന്നാൽ പരഭൃതം എന്ന് പറയുമ്പോൾ അത് കുയിലാണ്. കുയിലിനല്ലേ കൂന്നെഴുതുമ്പോൾ ഒരു വട്ടക്കൊള്ളത്. അപ്പൊ പരഭൃതം അം എന്നുള്ള ചിഹ്നം ആ പൂജം വരുന്നത്. അപ്പൊ അത് കുയിലാണ്. പരഭൃതം മാറാതിരിക്കാനാണ്. അല്ലെങ്കിൽ എക്സാമിന്റെ സമയത്ത് നമുക്ക് പരഭൃത്ത് കാക്കയാണോ കുയിലാണോ എന്നൊക്കെ സംശയം വരും നമുക്ക്. അപ്പൊ പരഭൃത്ത് പരന്റെ പിതാവായത് പിതാവ് അല്ലെ. അപ്പൊ പരഭൃത്ത് കാക്കയാണ്. പരഭൃതം അല്ലെ അത് കുയിലാണ്. കൂനൊരു ഇതില്ലേ, ഒരു കുഞ്ഞു വട്ടുണ്ടല്ലോ. പരഭൃതം എന്ന് പറയുമ്പോഴും ഒരു വട്ടുണ്ടല്ലേ. അപ്പൊ പരഭൃതം കുയിലാണ്. പരഭൃത്ത് കാക്കയാണ്. പിന്നെ ഏകലോചനം, ലോചനം എന്ന് വെച്ചാൽ എന്താണ്? കണ്ണാണ് അല്ലെ. ഏകലോചനം നമ്മ കാക്കദൃഷ്ടി എന്നൊക്കെ പറയില്ല, ഇങ്ങനെ ഒറ്റ കണ്ണിട്ട് നോക്കുന്നത്, ഒരു കണ്ണുകൊണ്ട് നോക്കാം. ഏകലോചനം അത് കാക്കയാണ്. ഏകലോചനം കാക്കയാണ്. പിന്നെ ചിരഞ്ജീവി എന്ന് പറഞ്ഞാലും കാക്കയാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മൾ ഈ തുമ്പിയൊക്കെ ചത്തിട്ട് അതിൻ്റെ ഈ ചിറക്, കുഞ്ഞി ചിറക്, നല്ല ഭംഗിയുള്ള ചിറകൊക്കെ മുറ്റത്തൊക്കെ കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര അധികം കാക്കകൾ ഉണ്ടായിട്ട് വല്ല ലൈൻ കമ്പിൽ ഷോക്ക് അടിച്ചിട്ട് ചത്ത് കിടക്കുന്ന കാക്കകളല്ലാതെ കാക്ക സ്വതവേ ചത്ത് കിടക്കുന്നത് നമ്മൾ കാണാറില്ല അല്ലെ. ഇത്രയധികം കാക്കകളുണ്ട്, ഒരുപാട് കാക്കകളുണ്ടല്ലേ. അപ്പൊ ഇത്രയധികം കാക്കകളുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവ ചത്ത് കിടക്കുന്നത് നമുക്ക് കാണണ്ടേ. പക്ഷെ വല്ല കറണ്ടും കമ്പിയിലൊക്കെ വന്നിരുന്ന് ഷോക്ക് അടിച്ച് ചത്ത് കാക്കകളല്ലാതെ നമ്മൾ കാക്കകളൊന്നും ചത്ത് കിടക്കുന്നത് സാധാരണ കാണാറില്ല. അപ്പൊ അത് ചിരഞ്ജീവികളാണ്, അങ്ങനെ ഓർത്താൽ മതി. മനസ്സിലായി? ഞങ്ങൾ ഓർക്കാൻ വേണ്ടി ജസ്റ്റ് പറയുന്നതാണ്. ചിരഞ്ജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കാക്കയുടെ പര്യായം തന്നെയാണ്. പിന്നെ ആത്മഘോഷവും കാക്ക തന്നെയാണ്. ആത്മഘോഷം കാക്കയാണ്. അപ്പൊ ആത്മഘോഷം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു ആത്മാവുണ്ടല്ലോ. അപ്പൊ ആത്മാവിനെ വിളിക്കുന്നത്, നമ്മൾ ആത്മാവിനെ വിളിക്കുന്നത്, കൈകൊട്ടി വിളിക്കുന്നത് കാക്കയാണല്ലേ. കാക്ക വന്നിരുന്ന് കഴിക്കുന്നത്, അവര് കഴിക്കുന്നതായിട്ട്, മരിച്ചവര് കഴിക്കുന്നതായിട്ടല്ലേ നമ്മൾ സങ്കല്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓർക്കുക, ആത്മഘോഷം ആത്മാവാണ്. ആത്മഘോഷം എന്ന് പറയുന്നതും കാക്കയാണ്. അപ്പൊ കാക്കയുടെ പര്യായങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. കാണുമ്പോൾ ആൻസർ കീയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടില്ലേ? കാരവം, കാക്കാന്ന് രവം ഉണ്ടാക്കുന്നത് കാരവം കാക്കയാണ്. കരടൊക്കെ കുത്തി തിന്നുന്നത് കാക്കയാണ്, കരടം. പായസം ഭയങ്കര ഇഷ്ടമുള്ളത് കാക്കയ്ക്കാണ്. അപ്പൊ വായസം കാക്കയാണ്. അരിഷ്ടം, അരി എറിഞ്ഞാൽ 1000 കാക്ക അല്ലെ. അപ്പൊ അരിഷ്ടം, അരി ഇഷ്ടമുള്ളത് കാക്കയ്ക്കാണ്. ബലിബുക്ക്, നമ്മൾ ബലി ഇടുമ്പോൾ വിളിക്കുന്നത് കാക്കനെയാണ്. അപ്പൊ ബലിബുക്ക് കാക്കയാണ്. പരഭൃത്ത് കാക്കയാണ്. പരഭൃതം കുയിലാണ്. ഏകലോചനം അല്ലെ, ഒരു കണ്ണുകൊണ്ട് കണ്ണിട്ട് നോക്കുന്നത്, ഏകലോചനം
കാക്കയാണ്. ചിരഞ്ജീവി കാക്കയാണ്, മരണമില്ലാത്തത്. ചിരഞ്ജീവി കാക്കയാണ്. ആത്മഘോഷം കാക്കയാണ്. ആത്മഘോഷം കാക്കയാണ്. ഇനി കുയിൽ, നമ്മൾ ഓൾറെഡി പരഭൃതം കുയിലാണെന്ന് പറഞ്ഞു അല്ലെ, പരഭൃതം കുയിലാണെന്ന് പറഞ്ഞു. പിന്നെ കുയിലിന്റെ പര്യായങ്ങളാണ് പികം, കോകിലം. അത് നിങ്ങൾക്ക് അറിയായിരിക്കും, പികം കോകിലം കുയിലിന്റെ പര്യായമാണെന്ന്. അതേപോലെ തന്നെ കളകണ്ഠം, നല്ല രസമല്ലേ കുയിലിന്റെ പാട്ട് കേൾക്കാൻ അല്ലെ. കളകണ്ഠം, നല്ല മധുരമായ പാട്ട് പാടുന്നത് കൊണ്ട് തന്നെ കളകണ്ഠം. കളകണ്ഠം കുയിലാണ്. വനപ്രിയവും കുയിലാണ്, വനത്തിന് വളരെ പ്രിയമായിട്ടുള്ളത്, നല്ല രസത്തിൽ പാട്ട് പാടുന്നത് കൊണ്ട് തന്നെ കളകണ്ഠവും വനപ്രിയവും കുയിലാണ്. അപ്പൊ കുയിലിന്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? പരഭൃതം കുയിലാണ്. പികം കോകിലം, പികം കോകിലം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ തൊട്ട് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ് പികവും കോകിലവും. അപ്പൊ പികം കോകിലം കുയിലാണ്. പികവും കോകിലവും കുയിലാണ്. വനപ്രിയം കളകണ്ഠം, നല്ല മധുരമായ പാട്ട് പാടുന്നത് കൊണ്ട് തന്നെ കളകണ്ഠം എന്നും പറയും. അതേപോലെ വനപ്രിയം, വനത്തിന് പ്രിയമായത്, വനപ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുയിൽ തന്നെയാണ്. കളകണ്ഠം, വനപ്രിയം കുയിലാണ്. ഇനി കോഴിയുടെ പര്യായങ്ങൾ പറയാം. കോഴിയുടെ പര്യായത്തിൽ ഒന്നാമത് കുക്കുടം. കുക്കുടം എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ ഈ കുക്കുട സ്തനോദയം എന്നുള്ളൊരു ശൈലി കേട്ടിട്ടുണ്ടാവും ഇല്ലേ. കുക്കുട സ്തനോദയം എന്താണ്? കോഴിക്ക് മുല മുളയ്ക്കാല്ലേ, അല്ലെങ്കിൽ കോഴിക്ക് അകിട് വരാം എന്ന് പറയുന്നത്. അതായത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യത്തെയാണ് നമ്മൾ അങ്ങനെ പറയാം. കോഴിക്ക് ഒരിക്കലും അകിട് വരില്ല അല്ലെ. അപ്പൊ ഒരിക്കലും സംഭവിക്കാത്ത കാര്യത്തെ, അസംഭവ്യമായിട്ടുള്ള കാര്യത്തെ സൂചിപ്പിക്കാനാണ് നമ്മൾ എന്ത് പറയാ, കുക്കുട സ്തനോദയം എന്ന് പറയാം. അപ്പൊ കുക്കുടം എന്താണ്? കോഴിയാണ്. കുക്കുട സ്തനോദയം എന്ന് വെച്ചാൽ കോഴിക്ക് അകിട് വരാമെന്നാണ് അർത്ഥം. അപ്പൊ കുക്കുടം എന്താണ്? കോഴിയാണ്. കുക്കുടം കോഴി. പിന്നെ അണ്ടജം. അണ്ടം എന്ന് പറഞ്ഞാൽ മുട്ടയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അണ്ടം മുട്ടയാണ്. അപ്പൊ അണ്ടജം, നമ്മളൊക്കെ കഴിക്കുന്ന മുട്ട സാധാരണ കോഴിമുട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അണ്ടജം എന്ന് പറയുമ്പോൾ നമുക്ക് കോഴി നോർക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അണ്ടജം കോഴിയാണ്. പിന്നെ ചരണായുധം. ചരണം എന്ന് പറഞ്ഞാൽ കാലാണ് അല്ലെ. ചരണം ആയുധമാക്കിയവൻ. ഈ സാധാരണ കോഴിപ്പോരൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കോഴികൾ എങ്ങനെയാണ് കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി കയറി കാലുകൊണ്ട് ഇങ്ങനെ തല്ലുന്നത് പോലെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ, കോഴിപ്പോരിന്റെ ഒക്കെ ഇതില്. അപ്പൊ ഈ ചരണം ആയുധമാക്കിയവൻ കോഴിയാണ് അല്ലെ. ചരണായുധം, ചരണം ആയുധമാക്കിയത് കോഴിയാണ്. ചരണായുധം കോഴിയാണ്. താമ്രചൂടം. ചൂടം എന്ന് പറഞ്ഞാൽ തലയാണ്. ചൂടം, താമ്രചൂടം. ഈ കോഴിയുടെ തലയമ്മ കണ്ടിട്ടുണ്ടാവും. ഈ പ്രത്യേകിച്ച് പൂവൻകോഴിയുടെ തലയിലൊക്കെ ഒരു വലിയൊരു സാധനം കണ്ടിട്ടില്ലേ? താമ്രചൂടം. തലയിൽ ഒരു വലിയ താമര പോലൊക്കെ ഒരു സാധനം ഉണ്ടെന്ന് ഓർത്താൽ മതി. അപ്പൊ താമ്രചൂടം എന്താണ്? അതും കോഴിയാണ്. താമ്രചൂടം കോഴിയാണ്. അപ്പൊ കോഴിയുടെ പര്യായം കിട്ടിയോ? കുക്കുടം. കുക്കുടം, കുക്കുട സ്ഥാനോദയം എന്നുള്ള ശൈലി എല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പൊ കുക്കുടം കോഴിയാണെന്ന് ഓർക്കാം. അണ്ടജം, അണ്ടം മുട്ടയാണ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന മുട്ട കോഴിമുട്ട ആയതുകൊണ്ട് തന്നെ അണ്ടജം കോഴിയാണ്. ചരണായുധം അല്ലെ, കാലുകൊണ്ട് യുദ്ധം ചെയ്യുന്നവനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചരണായുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതും കോഴിയാണ്. പിന്നെ താമ്രചൂടം, തലയിൽ വലിയൊരു താമരപ്പൂവൊക്കെ വെച്ച് നടക്കുന്ന ആളാണ്. അപ്പൊ താമ്രചൂടം, താമ്രചൂടം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോഴി തന്നെയാണ്. ഇനി നമ്മൾ പര്യായത്തിൽ ഒരു പര്യായം കൂടി പറയുന്നുള്ളൂ, മുടിയുടെ പര്യായം. മുടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേശം, കേശം മുടിയാണ്. കേശാദിപാദം തൊഴുന്നേൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ ഭക്തിഗാനത്തിൽ, കേശാദിപാദം തൊഴുന്നേൻ. അപ്പൊ കേശം എന്താണ്? തലമുടിയാണ്. കേശം തലമുടിയാണ്. അതുപോലെ വേണി, വേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും തലമുടിയാണ്. വാണി എന്താണ്? വാണി വാക്കാണ്. ആകാശവാണി എന്നൊക്കെ പറയാറുണ്ടല്ലേ, ആകാശവാണി കേട്ടിട്ടില്ലേ നിങ്ങൾ? ആകാശവാണി. അപ്പൊ അത് വാണി വാക്കാണ്. വേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലമുടിയാണ്. വേണി തലമുടിയാണ്. കുഴല്, കുഴല് തലമുടിയാണ്. എന്നാൽ കഴല് കാൽപാദമാണ്. സാധാരണ നമ്മുടെ കാലുമലൊക്കെ കഴല അല്ലെ കഴയ്ക്കുന്നത്. സാധാരണ നമുക്ക് കാല് കഴയ്ക്കാം അല്ലെ. നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗം കഴയ്ക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് കഴയ്ക്കുക കാലാണ്. നടന്ന് എപ്പോഴും നമുക്ക് കാല് കഴയ്ക്കാറുണ്ടല്ലേ. അപ്പൊ കഴല് കാലാണ്. കഴല് കാലാണ്. അപ്പൊ കുഴല് മുടിയാണ്. കുഴല് മുടിയാണ്. കുഴല് മുടിയാണ്. കൂന്തൽ, കൂന്തൽ എല്ലാവർക്കും അറിയായിരിക്കും മുടിയാണെന്നുള്ളത്. കൂന്തൽ. കുന്തളം, നമ്മുടെ കുന്തളദേശം, നമ്മുടെ ബാഹുബലിയിലൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ. അതിൽ നമ്മുടെ ഇവർക്ക് നല്ല മുടിയില്ലേ, ആർക്കാണ്? ദേവസേനയ്ക്ക് നല്ലോണം മുടിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ കുന്തള ദേശത്തുള്ളവർക്ക് നല്ല മുടി ഉണ്ടാവും. കുന്തളം തലമുടിയാണെന്ന് ഓർക്കാം. കുന്തളം തലമുടിയാണ്. ചിഗുരം, നമ്മളെപ്പോഴും ചീകുന്നത് തലമുടിയല്ലേ. ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ചീക എന്ന് പറയും അല്ലേ. തലമുടി ചീക എന്ന് പറയാറില്ലേ നിങ്ങളൊക്കെ. അപ്പൊ ചിഗുരം തലമുടിയാണ്. അപ്പൊ തലമുടിയുടെ പര്യായങ്ങൾ നിങ്ങൾ ഓർത്ത് നോക്കിയേ. മുടി എന്ന് പറയുമ്പോൾ കേശം, കേശാദിപാദം അല്ലെ, നമുക്ക് കേട്ടിട്ടുള്ളതാണ്. കേശം നമുക്കറിയാം, തലമുടിയാണ്. കേശം തലമുടിയാണ്. അതുപോലെ വേണി, വേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും തലമുടിയാണ്. വേണി തലമുടിയാണ്. വാണി എന്താണ്? വാക്കാണ്. ആകാശവാണി എന്ന് ഓർത്താൽ മതില്ലേ. അപ്പൊ വാണി വാക്കാണ്. വേണി തലമുടിയാണ്.
കുഴലും കൂന്തളും. കുഴല് കൂന്തള്, കുഴല് കൂന്തള്, കുഴല് കൂന്തള് രണ്ടും എന്താണ്? തലമുടിയാണ്. പിന്നെ കുന്തളം, കുന്തളം തലമുടിയാണ്. ചിഗുരം, നമ്മൾ ചീകുന്നത് തലമുടി ആയതുകൊണ്ട് തന്നെ ചിഗുരം തലമുടിയാണ്. അപ്പൊ ഇത്ര എണ്ണത്തിന്റെ ഒരുവിധം പര്യായം നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി മനസ്സിരുത്തി ഇത് എഴുതി വെച്ച് വായിച്ചു നോക്കുക. പിന്നെ നിങ്ങൾക്കിത് ഉറപ്പായിട്ടും എക്സാമിന് വരുമ്പോൾ കിട്ടും, നിങ്ങൾക്ക് ഒരു തരത്തിലും മാറില്ല. ഇനി കുറച്ച് അർത്ഥങ്ങൾ നമുക്ക് പറയാം. അർത്ഥങ്ങൾ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും PSC സ്ഥിരം ചോദിക്കുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. കോഡ് വെച്ച് പറയുമ്പോൾ ചിലവർക്ക് ആ കോഡ് ഇഷ്ടപ്പെടണമെന്നില്ല, നമ്മൾ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുന്ന പോലെയൊക്കെ തോന്നാം, അല്ലെങ്കിൽ ആരെയും മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയല്ല, നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. ആ രീതിയിൽ മാത്രം, ആ സെൻസിൽ മാത്രം കോഡുകളെ എടുക്കാം. ആദ്യത്തത് ബാലേയം. ബാലേയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുതയാണ്. മുമ്പ് PSC ചോദിച്ചിട്ടുള്ളത് തന്നെയാണ് ബാലേയം. ബാലയം കഴുതയാണെന്ന് എങ്ങനെ ഓർക്കാം? ബാലയം എന്ന് പറയുമ്പോൾ ബാല അല്ലെ, ബാലനെ ഓർക്കാലോ. ബാലയം, ബാല, ബാല. ഈ സിനിമാ നടൻ ബാലയുണ്ടല്ലോ, ഇപ്പൊ അടുത്ത് കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ സ്ഥിരം കാണുന്ന ഒരാളാണ് അല്ലെ ബാല എന്ന് പറയുന്നത്. മൂപ്പരെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ മൊത്തം മണ്ടത്തരം മാത്രമല്ലേ പറയാറുള്ളൂ. സ്വതവേ നമ്മൾ മണ്ടത്തരം മാത്രം പറയുന്ന ഒരു ജീവിയായിട്ട് നമ്മൾ കാണുന്നത് കഴുതേനാണല്ലേ. അപ്പൊ നമുക്ക് ബാലേയം, ബാല എന്ന് ഓർക്കുമ്പോൾ കഴുതേനെ ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ബാലേയം കഴുതയാണ്, ബാലേയം കഴുതയാണ്. അടുത്തത് ബാഹുലേയം. ബാഹുലേയം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ബാഹുബലിനെ ഓർക്കാം. ബാഹുലേയം അല്ലെ, ബാഹു, അതിൽ ബാഹു എന്നല്ലേ വിളിക്കുന്നത്, കട്ടപ്പ ബാഹുബലിനെ ബാഹു എന്നല്ലേ വിളിക്കുക. അപ്പൊ ബാഹുലേയം എന്ന് പറയുമ്പോൾ നമുക്ക് ബാഹുബലിനെ ഓർക്കാലോ. ഈ ബാഹുബലി എങ്ങനെയാണ്? മൂപ്പര് കുറെ പണിയൊക്കെ എടുക്കൂല്ലേ, പക്ഷെ മൂപ്പർക്ക് പ്രത്യേകിച്ച് ഒരു ഫലവും കിട്ടുന്നില്ല, അവസാനം എല്ലാവരും കൂടി ചതിച്ചു കൊന്നു അല്ലെ, കുറെ പണി എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കാളനെ ഓർക്കാം. കാള എങ്ങനെയല്ലേ, കാള ഇങ്ങനെ വയലിലൊക്കെ കിടന്ന് ഉഴുത് മറിച്ച് കഷ്ടപ്പെട്ട് പണിയെടുക്കണം, പക്ഷെ മൂപ്പർക്ക് വലിയ ഗുണമൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് ബാഹുലേയം എന്ന് പറയുമ്പോൾ കാളനെ ഓർക്കാം. അപ്പൊ ബാലേയം കഴുതയാണ്, ബാലേയം കഴുതയും ബാഹുലേയം കാളയുമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാനാണ്. വെറുതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ മറന്നുപോകും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കാണുമ്പോൾ ഈ കോഡ് ഓർമ്മ വരും. അപ്പൊ ബാലേയം ബാല കഴുതയാണ്, ബാഹുലേയം ബാഹുബലി കാളയാണ്, ബാഹുലേയം. അതേപോലെ തന്നെയാണ് ലാങ്കുലി. ലാങ്കുലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരങ്ങനാണ്, ലാങ്കുലി. അപ്പോൾ വെറുതെ ചുമ്മാ ഓർക്കുക ഗാംഗുലി ഒരു കുരങ്ങനാണെന്ന്, അങ്ങനെയൊന്നല്ല, പക്ഷെ നമ്മൾ വെറുതെ അങ്ങനെ ഓർക്കുക, നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന്. ലാങ്കുലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരങ്ങനാണ്. ലാങ്കുലി എന്താണ്? കുരങ്ങനാണ്. ലാങ്കുലി കുരങ്ങനാണ്, ലാങ്കുലി കുരങ്ങനാണ്. അപ്പൊ ഒന്നും കൂടി പറയാം. ബാലേയം കഴുതയാണ്, ബാഹുലേയം കാളയാണ്, ലാങ്കുലി കുരങ്ങനാണ്, ലാങ്കുലി കുരങ്ങനാണ്. ഇനി അടുത്തത് വല്ലി. വല്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വല്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വള്ളിയാണ്, വല്ലി വള്ളിയാണ്. ഈ വല്ലിയിൽ നിന്നും ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേലെ, എല്ലാവരും കേട്ടിട്ടുള്ള വരികൾ തന്നെയാണ്. അപ്പൊ വല്ലി, ഈ വള്ളിയിൽ നിന്നാണ് അല്ലേ പൂക്കൾ പറന്നു പോകുന്നു എന്നല്ലേ കുട്ടി പറഞ്ഞത്. അപ്പൊ വല്ലി എന്താണ്? വള്ളിയാണ്, വല്ലി വള്ളിയാണ്. ഇനി വല്ലകി. വല്ലകി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണയാണ്, വല്ലകി. കീ കൊടുക്കേണ്ടത്, നമ്മൾ ടോയ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, കീ, ഒരു വീണയുടെ ഷേപ്പുള്ള ഒരു കീ, ഒരു ടോയ് നിങ്ങളുടെ മനസ്സിൽ ഓർക്കുക. അതിന് കീ കൊടുക്കണം, കീ കൊടുത്താലേ അത് പ്ലേ ആവുള്ളൂ. അതിൽ മ്യൂസിക് വരാൻ നമ്മളിങ്ങനെ കീ കൊടുക്കുമ്പോഴാണെന്ന് ഓർക്കുക. അപ്പൊ വല്ലകി വീണയാണ്, വല്ലകി വീണയാണ്. എന്നാൽ വല്ലവി ഗോപശ്രീയുമാണ്. അപ്പൊ വല്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വള്ളി, വല്ലി എന്താണ്? വള്ളിയാണ്, വല്ലി വള്ളിയാണ്. വല്ലകി വീണയാണ്, കീ കൊടുക്കേണ്ടത് വീണയ്ക്കാണ്. അപ്പൊ വല്ലകി വീണയാണ്. വല്ലവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി അല്ലെ, വല്ലവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗോപസ്ത്രീയുമാണ്. ഇനി അതേപോലെ തന്നെ ഭാഷണവും ഭൂഷണവും. ഭാഷണം, ഭാഷണം എന്താണ്? നിങ്ങൾ മനസ്സിലൊന്ന് ഓർത്തേ, ഭാഷണം എന്താണ്? നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഭാഷണം എന്താണെന്ന്? എന്നാൽ നിങ്ങൾ സംഭാഷണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ. സംഭാഷണം എന്താണ്? അത് സംസാരമാണ് അല്ലെ. സംഭാഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരമാണ്. അപ്പൊ അത് തന്നെയാണ് ഭാഷണം. ഭാഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സംസാരം തന്നെയാണ്. സംഭാഷണം എന്ന് പറഞ്ഞ സംസാരമല്ലേ, അപ്പൊ ഭാഷണം, ഭാഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സംസാരം തന്നെയാണ്. അപ്പൊ ഭൂഷണം എന്താണ്? സർവാഭരണ ഭൂഷിതയായിട്ട് നിൽക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഇല്ലേ. അപ്പൊ ഭൂഷിതം, ഭൂഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആഭരണമാണ്, സർവാഭരണ ഭൂഷിതയായിട്ടല്ലേ. അപ്പൊ ഭൂഷണം ആഭരണമാണ്, ആഭരണമാണ് ഭൂഷണം. ഇനി നിങ്ങൾക്ക് കിട്ടില്ലേ ഭാഷണം, സംഭാഷണം അല്ലെ. അപ്പൊ ഭാഷണം സംസാരമാണ്, ഭാഷണം സംസാരമാണ്. എന്നാൽ ഭൂഷണം ആഭരണമാണ്, സർവാഭരണ ഭൂഷിതയായിട്ട് അല്ലെ. അപ്പൊ അവിടെ തന്നെയുണ്ട് ഭൂഷണം എന്താണ്? ആഭരണമാണ്, ആഭരണമാണ് ഭൂഷണം, ഭൂഷണം ആഭരണമാണ്. എന്നാൽ ഭാഷണം സംസാരമാണ്, ഭാഷണം സംസാരമാണ്. ഇനി അതേപോലെ തന്നെ കപാലം.
കപാലം എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ സയൻസിൽ കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം ഒക്കെ പഠിക്കുന്നതാണ് അല്ലേ. അപ്പൊ കപാലം തലയോടാണ്. അപ്പൊ കപോലം എന്താണ്? ആ തലയോട്ടിൽ നിന്ന് ഒന്നും ഇങ്ങോട്ട് താഴത്തേക്കൊന്ന് ഇറങ്ങി വന്നേ, അത് നിങ്ങൾക്ക് കിട്ടും. കപോലം കവിൾത്തടമാണ്. അപ്പൊ നിങ്ങൾ തലയിൽ തൊട്ടിട്ട് കപാലം തലയോട്, കപോലം കവിൾത്തടം. ഒന്ന് മുകളിലേക്ക് അടിയിലേക്ക് വന്ന് നോക്കാം. കപാലം തലയോട്, കപോലം കവിൾത്തടം, കപാലം കപോലം, കപാലം കപോലം അല്ലെ. കപാലം തലയോടാണെങ്കിൽ കപോലം കുറച്ച് അടിയിലോട്ട് വന്നാൽ മതി. എന്താണ്? കവിൾത്തടമാണ് കപോലം എന്ന് പറയുന്നത്. എന്നാൽ കബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, കബോധം, കബോധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രാവാണ്, മാടപ്രാവ്, പ്രാവാണ്. കബോധം എന്ന് പറയുന്നത്, കബോധം പ്രാവാണ്. അപ്പൊ കപാലം തലയോട്, കപോലം കവിൾത്തടം. എന്നാൽ കബോധം വരുമ്പോൾ കബോധം ആണ് പ്രാവ് എന്ന് പറയുന്നത്. കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുറച്ച് തവണയും കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് തീർച്ചയായും കിട്ടും. ഇതൊക്കെ PSC സ്ഥിരം ചോദിക്കുന്നതായതുകൊണ്ടാണ് പറഞ്ഞത്. അടുത്തത് കുറച്ച് നമ്മൾക്ക് കഥാകാരന്മാരും കൃതികളും പഠിക്കാം. ഫസ്റ്റ് നമുക്ക് ഇടപ്പള്ളിയുടെ ചോദിച്ചിട്ടുള്ള 2 കൃതികൾ നോക്കാം. ഒന്ന് ഹൃദയസ്മിതം, അതേപോലെ തന്നെ മണിനാദം. മണിനാദം, ഹൃദയസ്മിതം രണ്ടും ഇടപ്പള്ളിയുടേതാണ്. മണിനാഥം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മണി അടിക്കുക, പള്ളിയിൽ മണി അടിക്കാറുണ്ട് അല്ലേ, ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ മണി അടിക്കാറില്ലേ, അവരെപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുമോ മണി? ഇല്ലല്ലോ, ഇടയ്ക്കല്ലേ അടിക്കുള്ളൂ, ഇടയ്ക്കേ മണി അടിക്കുള്ളൂ, പള്ളിയിൽ ഇടയ്ക്കേ മണി അടിക്കുള്ളൂ അല്ലെ. അപ്പൊ മണിനാഥം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക, പള്ളിയിൽ ഇടയ്ക്ക് മാത്രം മണി അടിക്കുള്ളൂ, അപ്പൊ ഇടപ്പള്ളി. മണിനാഥം സ്ഥിരം ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. മണിനാഥം ആരുടെ കൃതിയാണ്? ഇടപ്പള്ളിയുടെ കൃതിയാണ് മണിനാഥം. അപ്പൊ മണി അടിക്കുക എവിടെയാണ്? പള്ളിയിലാണ്. എപ്പോഴും അടിക്കോ? ഇല്ല, ഇടയ്ക്കേ അടിക്കുള്ളൂ. അപ്പൊ മണിനാഥം ഇടപ്പള്ളി. അതേപോലെ തന്നെ ഹൃദയസ്മിതം. സ്മിതം എന്ന് പറഞ്ഞാൽ ചിരിക്കുകയാണ് അല്ലെ, സ്മിതം. അപ്പൊ ഹൃദയം ചിരിക്കുക. നമ്മൾ എല്ലാവരും മറ്റുള്ളവരെ കാണുമ്പോൾ ചിരിക്കാറുണ്ട്, പക്ഷെ നമ്മുടെ ഹൃദയം എപ്പോഴും ചിരിക്കൂ? നമ്മുടെ ഹൃദയം ചിരിക്കുക എന്ന് പറയുന്നത് അത്രയ്ക്ക് സന്തോഷം വന്നാലേ ചിരിക്കുള്ളൂ അല്ലെ. അപ്പൊ ഹൃദയസ്മിതം എന്ന് പറയുന്നത് ഇടയ്ക്ക് മാത്രം ഉണ്ടാവുന്നതാണ്, എപ്പോഴും ഉണ്ടാവുന്ന കാര്യമല്ലല്ലോ. ഹൃദയം സ്മിതം കൊള്ളാം. നമ്മുടെ ഹൃദയം ചിരിക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാവുന്ന കാര്യമല്ല, ഇടയ്ക്ക് മാത്രം ഉണ്ടാവുന്ന കാര്യമാണ്. അപ്പൊ ഹൃദയസ്മിതം എന്ന് കേൾക്കുമ്പോഴും നമുക്ക് ഇടയ്ക്ക് മാത്രമേ ഹൃദയം സ്മിതം കൊള്ളുള്ളൂ. അപ്പൊ ഹൃദയസ്മിതവും ഇടപ്പള്ളിയാണെന്ന് കിട്ടണം. മനസ്സിലായോ? അപ്പൊ ആദ്യം പറഞ്ഞത് മണിനാഥം, മണി ഇടയ്ക്ക് മാത്രമാണ് പള്ളിയിൽ അടിക്കുക, അപ്പൊ ഇടപ്പള്ളിയാണ് മണിനാഥം. ഹൃദയസ്മിതം, ഹൃദയം സ്മിതം കൊള്ളുന്നത് ഇടയ്ക്ക് മാത്രമാണ്, എപ്പോഴും ഹൃദയം സ്മിതം കൊള്ളില്ല. അപ്പൊ ഹൃദയസ്മിതവും ഇടപ്പള്ളിയാണ്. അടുത്തത് വയലാറ്. വയലാർ എന്ന് പറയുമ്പോൾ നമ്മൾ വയലാറിന്റെ കൃതികളാണെങ്കിൽ എന്താണെങ്കിലും നമ്മൾ വയലുമായിട്ട് കണക്ട് ചെയ്താണ് അല്ലെ പറയാ. വയലാർ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു വയൽ കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് കണക്ട് ചെയ്യാൻ എളുപ്പം വയലുമായിട്ടാണ് കണക്ട് ചെയ്യാൻ എളുപ്പം. അപ്പൊ വയലാറിന്റെ കൃതികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു വയൽ നിങ്ങളുടെ മനസ്സിൽ ഞാൻ പറയുമ്പോൾ വിഷ്വലൈസ് ചെയ്യുക. ഒരു വയൽ കാണുന്നു, ആ വയലിൽ കൂടി ഒരു മുസ്ലിം കുട്ടി, ആയിഷ എന്ന് പേരുള്ള ഒരു മുസ്ലിം കുട്ടി ഇങ്ങനെ നടന്നു പോവുകയാണ്. മനസ്സിൽ വിഷ്വലൈസ് ചെയ്തു, ഒരു വയലുണ്ട്, ആ വയലിൽ കൂടി ആയിഷ എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിം കുട്ടി ഇങ്ങനെ നടന്നു പോകുന്നു. പക്ഷേ ആ കുട്ടിയുടെ കയ്യിൽ ഒരു കൊന്തയുണ്ട്, പൂണൂലുണ്ട്. ആയിഷ എന്ന് പറഞ്ഞ കുട്ടിയുടെ കയ്യിൽ ഒരു കൊന്തയുണ്ട്, പൂണൂലുണ്ട്. അപ്പൊ നമുക്ക് എന്താ പറയുക, ഒരു വശപ്പശകില്ലേ. സാധാരണ ഒരു മുസ്ലിം കുട്ടിയാണ്, അവരെന്തിനാണ് ഈ കൊന്തയും പൂണൂലും കൊണ്ട് പോകണം. അപ്പൊ അവരിങ്ങനെ നടന്നു പോയിട്ട് ഒരു മുളങ്കാട്ടിലേക്ക് കയറിപ്പോയി. പിന്നെ അവിടെ നിന്ന് ഒരു സർഗസംഗീതമാണ് കേൾക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യണം, എങ്കിലേ കിട്ടുള്ളൂ. വയലിൽ കൂടി ഒരു ആയിഷ എന്ന് പറഞ്ഞ പെൺകുട്ടി ഇങ്ങനെ നടന്നു പോകുന്നു. നടന്ന് കയ്യിൽ എന്താണുള്ളത്? ഒരു പൂണൂലും, കൊന്തയും പൂണൂലും അല്ലെ, കൊന്തയും ഉണ്ട്, പൂണൂലും ഉണ്ട്. ആ കുട്ടി ഇങ്ങനെ നടന്നു പോയിട്ട് ഒരു മുളങ്കാട്ടിലേക്ക് കയറിപ്പോയി. പിന്നെ ആ കുട്ടീനെ കാണാനില്ല, പകരം അവിടെ നിന്ന് ഒരു സർഗസംഗീതം മാത്രമാണ് കേൾക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ പേടി വന്നില്ലേ? എന്താണ് ആ കുട്ടിക്ക് പറ്റിയത്? അതും ആ കുട്ടിയുടെ കയ്യിൽ കൊന്തയും പൂണൂലൊക്കെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ആ കുട്ടി പോയ സ്ഥലത്ത് കൂടെ പോകൂലേ? അപ്പൊ എങ്ങനെ പോകുന്നത്? ആ കുട്ടിയുടെ പാദമുദ്രകൾ പിന്തുടർന്നുകൊണ്ടാണ് അല്ലെ. നമ്മൾ കാൽപ്പാടുകളെ പിന്തുടർന്നുകൊണ്ടാണ് അല്ലെ പോകാം. അപ്പൊ പാദമുദ്രകൾ പിന്തുടർന്നുകൊണ്ട് പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെ ആരെയും കാണാനില്ല. പകരം അവിടെ രക്തം കലർന്ന മണ്ണ് കാണുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്കൊരു കടലാസ് കഷ്ണം കിട്ടി. ആ കടലാസ് കഷ്ണത്തിലാണെങ്കിൽ മൊത്തം വെട്ടും തിരുത്താണ്, എന്തൊക്കെ എഴുതിയിട്ട് കുറെ വെട്ടും തിരുത്തുമാണ് ആ കടലാസ് കഷ്ണത്തിൽ. പക്ഷെ നിങ്ങളത് വായിക്കുമ്പോൾ അതിലൊരു സെന്റൻസ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും, എനിക്ക് മരണമില്ല എന്നുള്ളൊരു വാക്ക് മാത്രം നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ ആകെ കൂടി പേടിക്കൂലേ? കാരണം ആ കുട്ടി മുസ്ലിം കുട്ടിയാണ്, പക്ഷെ കയ്യിൽ കൊന്തയും പൂണൂലും കൊണ്ടാണ് പോകുന്നത്. മുളങ്കാട്ടിലേക്ക് കയറിപ്പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഒന്നും കേൾക്കുന്നില്ല, ഒരു സർഗസംഗീതം മാത്രം കേൾക്കുന്നുള്ളൂ. പാദമുദ്രകൾ പിന്തുടർന്ന് നിങ്ങൾ അവിടെ ചെന്നപ്പോഴും ആ കുട്ടീനെ അവിടെ എങ്ങും കാണാനില്ല, പകരം രക്തം കലർന്ന മണ്ണാണ് കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തും കൂടി കിട്ടി, ഒരു കടലാസ് കഷ്ണം കിട്ടി. അതിലാണെങ്കിലോ ഒന്നും വായിക്കാൻ പറ്റുന്നില്ല, മൊത്തം വെട്ടും തിരുത്താണ്. പക്ഷെ ഒരു കാര്യം മാത്രം നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റി. എന്താണ് വായിച്ചെടുക്കാൻ പറ്റിയത്? എനിക്ക് മരണമില്ല എന്നുള്ള കാര്യം അല്ലെ. നിങ്ങൾ പേടിക്കില്ലേ? ഞാനും പേടിച്ചൂട്ടാ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വയലാറിന്റെ കൃതികൾ. എന്തൊക്കെയാണ്? ആയിഷ വളരെ പ്രധാനപ്പെട്ടാണ്, കാരണം വയലാറിന്റെ ഖണ്ഡകാവ്യമാണ്, സ്ഥിരം ചോദിക്കാറുണ്ട്. ആയിഷ എന്ന് പറയുന്നത്
ആരുടെ കൃതിയാണ്? നമ്മുടെ വയലാറിൻ്റെ കൃതിയാണ്. എന്നിട്ട് ഐഷയുടെ കയ്യിൽ എന്താണ്? കൊന്തയും പൂണൂലും. കൊന്തയും പൂണൂലും നമ്മുടെ വയലാറിൻ്റെ തന്നെ കൃതിയാണ്. കൊന്തയും പൂണൂലും വയലാറിൻ്റെ കൃതിയാണ്. ഈ കുട്ടി ഐഷ എവിടേക്കാണ് കയറിപ്പോയത്? മുളങ്കാട്ടിലേക്കാണ് കയറിപ്പോയതല്ലേ. അപ്പൊ മുളങ്കാട് എന്നുള്ളതും വയലാറിൻ്റെ കൃതിയാണ്. മുളങ്കാട് വയലാറിൻ്റെ കൃതിയാണ്. എന്നിട്ട് ഒരു സർഗസംഗീതം മാത്രം കേട്ടുള്ളൂ. പിന്നെ ഈ കുട്ടിയുടെ ഒച്ചൊന്നും കേൾക്കണില്ല, ഒരു സർഗസംഗീതം മാത്രമാണ് കേട്ടത്. അപ്പൊ സർഗസംഗീതം എന്നുള്ളതും വയലാറിന്റെ കൃതിയാണ്. നിങ്ങൾ എന്ത് ചെയ്തു? പിന്നാലെ പാദമുദ്രകൾ പിന്തുടർന്ന് അവിടേക്ക് ചെന്നു അല്ലെ. പാദമുദ്രകൾ എന്നുള്ളതും വയലാറിന്റെ കൃതിയാണ്. പാദമുദ്രകൾ വയലാറിന്റെ കൃതിയാണ്. നിങ്ങൾക്ക് അവിടെ ചെന്നപ്പോഴോ വേറൊന്നും കാണാനില്ല, രക്തം കലർന്ന മണ്ണ് മാത്രമാണ് കാണാൻ പറ്റിയത്. അപ്പൊ രക്തം കലർന്ന മണ്ണ് എന്നുള്ളതും വയലാറിന്റെ കൃതിയാണ്. രക്തം കലർന്ന മണ്ണ് ആരുടെ കൃതിയാണ്? വയലാറിന്റെ കൃതിയാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു കടലാസ് കഷ്ണം കിട്ടിയില്ലേ, പക്ഷെ നിങ്ങൾക്ക് അത് വായിക്കാൻ പറ്റിയില്ല. കാരണം എന്താണ്? അതിൽ നിറച്ചും വെട്ടും തിരുത്തുമാണ്. അപ്പൊ വെട്ടും തിരുത്തും എന്നുള്ളതും വയലാറിന്റെ കൃതിയാണ്. വെട്ടും തിരുത്തും എന്നുള്ളതും വയലാറിന്റെ കൃതിയാണ്. പക്ഷെ ഒരു കാര്യം വായിക്കാൻ പറ്റിയല്ലോ, എന്താണ്? എനിക്ക് മരണമില്ല, എനിക്ക് മരണമില്ല എന്നുള്ളതും വയലാറിന്റെ കൃതിയാണ്. അപ്പൊ ഇത്രയും കൃതികൾ കിട്ടിയതൊക്കെ ചോദിക്കാറുള്ളതാണ് വയലാറിന്റെ കൃതികളാണ്. ആയിഷ വയലാറിന്റെ കൃതിയാണ്. കൊന്തയും പൂണൂലും വയലാറിന്റെ കൃതിയാണ്. മുളങ്കാട് വയലാറിന്റെ കൃതിയാണ്. സർഗസംഗീതം വയലാറിന്റെ കൃതിയാണ്. പാദമുദ്രകൾ വയലാറിന്റെ കൃതിയാണ്. അതുപോലെ രക്തം കലർന്ന മണ്ണ്, രക്തം കലർന്ന മണ്ണ്, വെട്ടും തിരുത്തും, എനിക്ക് മരണമില്ല, എനിക്ക് മരണമില്ല, ഇതൊക്കെ വയലാറിന്റെ കൃതികളാണ്. അപ്പൊ നമ്മൾ ആദ്യം കുറച്ച് പര്യായങ്ങൾ പരിചയപ്പെട്ടു, പിന്നെ കുറച്ച് അർത്ഥങ്ങൾ, സ്ഥിരം ചോദിക്കുന്ന നാനാർത്ഥങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് സ്ഥിരം ചോദിക്കുന്ന കുറച്ച് അർത്ഥങ്ങൾ പരിചയപ്പെട്ടു. നമ്മൾ കൃതികളും കഥാകാരന്മാരും കുറച്ച് പഠിച്ചു ഇല്ലേ. അപ്പൊ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇനിയും വേണം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. കാരണം ഞാൻ എടുക്കുന്ന എഫേർട്ട് വേണ്ടല്ലോ നിങ്ങൾക്ക് ഒരു കമന്റ് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ കമന്റ് ആണ് എനിക്ക് അടുത്ത ക്ലാസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. നിങ്ങളുടെ കമന്റ് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.